നമസ്കാരം, മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം. വലിയ ഞെട്ടലും അമ്പരപ്പും ഒന്നും രേഖപ്പെടുത്താതെ കേരള രാഷ്ട്രീയത്തിൽ അതും സംഭവിച്ചിരിക്കുകയാണ്. പൂഞ്ഞാർ MLA PC ജോർജ് BJP പാളയത്തിൽ എത്തിച്ചേർന്നു. വാക്കുകൊണ്ടും നോക്കുകൊണ്ടും ഒരു BJP നേതാവിന്റെ സകല സാദൃശ്യവും നിലനിർത്തിയ PC ഒടുവിൽ എത്തേണ്ടടുത്ത് തന്നെ എത്തിയെന്നാണ് മലയാളികൾ വിലയിരുത്തുന്നത്. ഇടതിലും വലതിലും മാറി മാറി അവസരം അന്വേഷിച്ച് നടന്നിട്ട് അവസാനം വർഗീയവാദികളുടെ പ്രസ്ഥാനത്തിലെ പുതുമുഖം ആവുകയാണ് PC ജോർജ്. തന്റെ ഒപ്പം താൻ വളർത്തി വലുതാക്കിയ ജനപക്ഷം ഉണ്ടെന്നൊക്കെ വമ്പു പറയുന്ന PCയുടെ സത്യാവസ്ഥ തീർത്തും പരിതാപകരമാണ്. കൂടെ നിന്നിരുന്ന 3-4 പേരും BJP പ്രവേശനം മണത്തപ്പോഴേക്കും സ്ഥലം വിട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. തികഞ്ഞ അരാഷ്ട്രീയവാദത്തിൽ വിശ്വസിക്കുന്ന, സ്ത്രീവിരുദ്ധത അഭിമാനമായി പരിഗണിക്കുന്നവർക്കൊക്കെ PC സ്വീകാര്യൻ തന്നെയാണ്. നടി ആക്രമിക്കപ്പെട്ട അവസ്ഥയിൽ കുറ്റാരോപിതനൊപ്പം നിന്ന് ബലാത്സംഗം ചെയ്യപ്പെട്ട പെൺകുട്ടി 2 ദിവസം കൊണ്ട് എങ്ങനെയാണ് ജോലിയിൽ പ്രവേശിക്കുക എന്ന് ചോദിച്ചയാളാണ്. പീഡനത്തിനിരയായ പെൺകുട്ടികൾ നേരാംവണ്ണം നടക്കുന്നത് എങ്ങനെയെന്നൊക്കെയാണ് ചാനൽ ചർച്ചകളിൽ വന്ന് PC ഛർദ്ദിച്ചു വെച്ചത്. കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങളൊന്നും രാത്രിയാത്ര ചെയ്യില്ലെന്നും പറഞ്ഞു വെച്ച സാംസ്കാരിക കേരളത്തിന്റെ ഈ അഭിമാന കുലപുരുഷന്റെ ദളിത് വിരുദ്ധതയും കുപ്രസിദ്ധമാണ്. പുലയ സ്ത്രീക്ക് ജനിച്ച വൈദികൻ കാരണം സഭ മാന്യത നഷ്ടപ്പെടുത്തുന്നുവെന്ന് തന്റെ മുന്നിലിരുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തിത്വത്തെ തീർത്തും മോശമായ ഭാഷ ഉപയോഗിച്ച് അപമാനിച്ച ആളാണ് ചാനൽ ചർച്ചകളുടെ മാത്രം രോമാഞ്ചമായ PC ജോർജ്. ശബരിമല വിഷയത്തിലും BJPയോട് ഐക്യപ്പെട്ട് രാജഗോപാലിനൊപ്പം കറുപ്പെടുത്തു വന്നതൊന്നും മലയാളികൾ മറക്കാനായിട്ടില്ല. തിരഞ്ഞെടുപ്പ് അടുത്ത അവസ്ഥയിൽ K സുരേന്ദ്രന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ BJP പ്രവേശനത്തിന്റെ സാധുത തെളിഞ്ഞിരുന്നു. PCയുടെ NDA പ്രവേശനം എന്തുകൊണ്ട് ഇത്ര വൈകി എന്ന അത്ഭുതം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. വാതുറന്നാൽ വയ്യാവേലി മാത്രം പറയുന്ന ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി വാദിക്കാനും വോട്ട് ചെയ്ത് വിജയിപ്പിക്കാനും നമ്മൾ മലയാളികളെ കൊണ്ട് മാത്രമേ കഴിയൂ എന്നുള്ളത് മറ്റൊരു സത്യം.